Okay, students. Next layout is box layout. നമ്മളിപ്പം കണ്ടതൊന്ന് കാർഡ് ലേഔട്ട് ആണ്. നമ്മൾ കണ്ടത് ഫ്ലോ ലേഔട്ട്, കാർഡ് ബോർഡ് ലേഔട്ട്, ഗ്രിഡ് ലേഔട്ട്, കാർഡ് ലേഔട്ട് ആൻഡ് നെക്സ്റ്റ് ഈസ് ബോക്സ് ലേഔട്ട്. ബോക്സ് ലേഔട്ടിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അതിലെ കമ്പോണൻസ് അറേഞ്ച് ചെയ്യുക രണ്ട് ആക്സിസ് ബേസ് ചെയ്തിട്ടാണ്. ഒന്നിൽ വെർട്ടിക്കലി അറേഞ്ച് ചെയ്യാം, അല്ലെങ്കിൽ ഹൊറിസോണ്ടലി അറേഞ്ച് ചെയ്യാം. നമ്മള് കമ്പോണൻസിനെ അറേഞ്ച് ചെയ്യുന്നത് വെർട്ടിക്കലിയോ ഹൊറിസോണ്ടലിയോ, ഒന്നീ എക്സ് ആക്സിസ് അല്ലെങ്കിൽ വൈ ആക്സിസ്, ഈ രീതിയിലാണ് നമ്മൾ ഇതിനകത്ത് കമ്പോണൻസിനെ അറേഞ്ച് ചെയ്യുന്നത്. അങ്ങനെ അറേഞ്ച് ചെയ്യുന്നതാണ് നമ്മൾ ബോക്സ് ലേഔട്ട് എന്ന് പറയുക. നേരത്തെ കണ്ടതിനകത്ത് അങ്ങനെ ഒരു അറേഞ്ച്മെന്റ് നമ്മൾ കണ്ടില്ല, എങ്കിലും ഇതിനോട് സിമിലർ ആയിട്ട് ഫ്ലോ ലേഔട്ട് ഉണ്ടായിരുന്നു അല്ലേ. ഇവിടെ കമ്പോണൻസ് അറേഞ്ച് ചെയ്യുക വെർട്ടിക്കലി along y axis or horizontally along x axis. Components are put either in a single row or single column. ഒന്നിൽ ഒരു റോ ആയിട്ടായിരിക്കും നമുക്ക് ഇവിടെ കിട്ടുക, അല്ലെങ്കിൽ ഒരു കോളം ആയിട്ടായിരിക്കും. മനസ്സിലായോ? ചെറിയൊരു ഐഡിയ കിട്ടിയോ? നമ്മൾ ബോക്സ് ലേഔട്ടില് കമ്പോണൻസിനെ അറേഞ്ച് ചെയ്യുന്നത് രണ്ട് ആക്സിസിനെ ബേസ് ചെയ്ത്, ഒന്നീ എക്സ് ആക്സിസ് അല്ലെങ്കിൽ വൈ ആക്സിസ്, ഇങ്ങനെ അറേഞ്ച് ചെയ്യുന്നതാണ് ബോക്സ് ലേഔട്ട്. It's a general purpose layout manager, which is an extension of flow layout. Then it places the components on top of each other or places them one after the another in a row. ഇനി ഇതിന്റെ കൺസ്ട്രക്ടേഴ്സിലേക്ക് ഒന്ന് പോകാം. പബ്ലിക് ബോക്സ് ലേഔട്ട് കണ്ടെയ്നർ ഒബ്ജക്റ്റ് ഇൻഡ് ആക്സിസ് creates a layout manager that will lay out components along the given axis. An OBJ is the object of a container such as panel. So, ഇവിടെ x axis, y axis, line axis, page axis ഇത്രയുമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഒരു ഔട്ട്പുട്ടിന്റെ ഒരു എക്സാമ്പിൾ ഒന്ന് നോക്കി അറിയാമേ. അതായത് ഇവിടെ ഒരു ലേഔട്ട് മാനേജർ ബട്ടൺ കണ്ടോ അറേഞ്ച് ചെയ്തിരിക്കുക. ഇത് നമ്മുടെ ഒരു ഔട്ട്പുട്ട് ആണ്. ഇവിടെ പബ്ലിക് സ്റ്റാറ്റിക് ഫൈനൽ ഇൻഡെക്സ് ആക്സിസ്, വൈ ആക്സിസ്, ലൈൻ ആക്സിസ്, പേജ് ആക്സിസ്. ഇതാണ് നമ്മൾ ആക്സിസിനെ ബേസ് ചെയ്ത് കമ്പോണൻസിന് കിട്ടുന്നത്. ഇത് അതിന്റെ ഒരു ഔട്ട്പുട്ട് ആണ്. നിങ്ങൾക്ക് ഈ രീതിയിലായിരിക്കും ലേഔട്ടിൽ ഒരു ഔട്ട്പുട്ട് എന്ന് പറയുക. ഇത് സെക്കൻഡ് മെത്തേഡ്. ഞാൻ പറഞ്ഞ എക്സ് ആക്സിസ് ആൻഡ് വൈ ആക്സിസ് ഉണ്ട്. അപ്പം ഇത് വേറൊരു മെത്തേഡിലാണ് കിട്ടുന്നത്. രണ്ട് മെത്തേഡിൽ നമുക്ക് ഔട്ട്പുട്ട് ഇവിടെ വിസിബിൾ ആണ്. ഇത് രണ്ട് സെയിം ആയിട്ട് തോന്നുന്നു. ഓക്കെ, കാണിച്ചു തരാം. അപ്പൊ ഇതും ഒരു ഔട്ട്പുട്ട് ആണ്. ലേഔട്ടിന്റെ ബോക്സ് ലേഔട്ടിന്റെ ഔട്ട്പുട്ട്സ് ആണ് ഈ കാണിക്കുന്നത്. നമുക്കൊരു പ്രോഗ്രാം ഒന്ന് നോക്കാം. എക്സാമ്പിൾ ആണ് ബോക്സ് ലേഔട്ടിന്റെ എക്സാമ്പിൾ. ഫ്രെയിമിനെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്, ബട്ടൺ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ന്യൂ ബട്ടൺ 5 അറേ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു 5 അറേ ആണ്. ഇവിടെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുന്നത്, ഇവിടെ നമ്മൾ ബട്ടന്റെ ഒബ്ജക്റ്റില് അറേ ആയിട്ടാണ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ലൂപ്പിൽ കൊടുത്തിരിക്കുന്നത് ഫോർ ഇൻഡ് i = 0, i <5, i++ അല്ലേ. അപ്പം ഇവിടെ ബട്ടൺ എന്ന് പറയുന്നത് ന്യൂ ബട്ടൺ ആഡ് ചെയ്യുകയാണ് ഓരോ ബട്ടണിനെ. അപ്പൊ നമുക്ക് കുറെ ബട്ടൺസ് ഉണ്ടല്ലോ ഇതിനകത്ത്, അതിനെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓരോന്നിനും ക്യാപ്ഷൻ വന്നോളും. കാരണം എന്താണ്, i+1, 0, 1, 2, 3 എന്നുള്ള അറേയുടെ സൈസ് അനുസരിച്ച് അത് വന്നോളും. ഇതിനെ ആഡ് ചെയ്യുകയാണ് ഇവിടെ ചെയ്യുന്നത്. ലേഔട്ട് നമ്മൾ സെറ്റ് ചെയ്യുന്നു, ന്യൂ ബോക്സ് ലേഔട്ട്. അതിന്റെ വൈ ആക്സിസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഏത് ആക്സിസിലാണോ, ഒന്നീ എക്സ് ആക്സിസ് അല്ലെ വൈ ആക്സിസ് നമുക്ക് കൊടുക്കാൻ പറ്റും. അങ്ങനെ ഒരു അറേഞ്ച്മെന്റ് ആണ് ബോക്സ് ലേഔട്ടിന്. ബോക്സ് ലേഔട്ട് ഡോട്ട് വൈ ആക്സിസ്, അതിന്റെ സൈസ് സെറ്റ് ചെയ്തു, വിസിബിലിറ്റി സെറ്റ് ചെയ്തു. പിന്നെ നമ്മൾ അതിന്റെ ഒബ്ജക്റ്റ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ഇവിടെ ഒരു ബോക്സ് ലേഔട്ടിന്റെ എക്സാമ്പിളില് ആഡ് ചെയ്തിരിക്കുന്നത് നോക്കുക. ലേഔട്ട് സെറ്റ് ചെയ്തു, സെറ്റ് ലേഔട്ട്. നമ്മൾ ഫ്ലോ ലേഔട്ടിന് ഇങ്ങനെയാണ് ചെയ്തത്. സെറ്റ് ലേഔട്ട് ന്യൂ ഫ്ലോ ലേഔട്ട് അല്ലേ. ദെൻ ദിസ് കറന്റ് ഏതാണ് റെഫർ ചെയ്യുക, അത് ഡോട്ട് വൈ ആക്സിസ് അല്ലേ. ഇവിടെ നമ്മൾ കുറെ മൾട്ടിപ്പിൾ കമ്പോണൻസ് ഉള്ളതുകൊണ്ട് അതിനെ ഇവിടെ അറേ ആയിട്ട് തന്നെ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്, ബട്ടൺ ഓഫ് 5 എന്നുള്ളത്. ഇത് നമ്മളൊരു ബോക്സ് ലേഔട്ടിന്റെ എക്സാമ്പിൾ ആണ്. അപ്പം ഇതാണ് നമ്മൾ ഇതുവരെ പറഞ്ഞ ലേഔട്ട് മാനേജേഴ്സിന്റെ ഒരു സമ്മറി. ഏകദേശം
ലേഔട്ട് മാനേജേഴ്സ് എന്തിനാണെന്നുള്ളത് നിങ്ങൾ ഒന്നും കൂടെ ഓർക്കുക. എന്തിനാണ് ലേഔട്ട് മാനേജേഴ്സ് എന്നുള്ളത്? നമുക്ക് കമ്പോണൻസിനെ ഒന്ന് അറേഞ്ച് ചെയ്യാനായിട്ടാണ് അല്ലേ. നമ്മൾ പല കമ്പോണൻസ് ഒരു ജിയോയിൽ യൂസ് ചെയ്യുന്നുണ്ട്. ആ ജിയോയിൽ യൂസ് ചെയ്യുന്ന ഓരോ കമ്പോണൻസിനെയും ഒരു പൊസിഷൻ അനുസരിച്ച് നിങ്ങൾക്ക് അറേഞ്ച് ചെയ്യുക, കമ്പോണൻസിനെ പർട്ടിക്കുലർ മാനർ. ദെൻ ഇറ്റ് ഈസ് ആൻ ഇന്റർഫേസ് ദാറ്റ് ഈസ് ഇംപ്ലിമെന്റഡ് ബൈ ഓൾ ദ ക്ലാസസ് ഓഫ് ലേഔട്ട് മാനേജേഴ്സ് അല്ലെ. അപ്പം ഇതിനകത്ത് ലേഔട്ട് മാനേജർ എന്ന് പറഞ്ഞ ഒബ്ജക്റ്റ് ആണ്. അത് സൈസിനെയും പൊസിഷനെയും കൺട്രോൾ ചെയ്യുന്നു. നമ്മൾ കണ്ടെയ്നർ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. ആ കണ്ടെയ്നറിനകത്ത് ഓരോ കമ്പോണന്റിനെയും നമ്മൾ പൊസിഷൻ ചെയ്യുകയാണ് ആക്ച്വലി ചെയ്യുക ലേഔട്ട് മാനേജർ വഴി. അപ്പൊ ഈ ലേഔട്ട് മാനേജർ യൂസ് ചെയ്യാതെ നിങ്ങൾക്ക് പ്രോഗ്രാംസ് ചെയ്യാം അല്ലെ. അപ്പൊ അതിനൊരു വെൽ പൊസിഷൻഡ് അല്ലെ വെൽ അറേഞ്ച്മെന്റ് ആണ് നമ്മൾ ഇവിടെ കിട്ടുന്നത്. നിങ്ങൾക്ക് എടുക്കുന്ന കമ്പോണൻസിനെ എന്തെങ്കിലും രീതിയിൽ നമ്മളൊരു ജിയോയിലേക്ക് ഡിസൈൻ ചെയ്യുന്നതിന് പകരം ഒരു പൊസിഷൻ നമ്മൾ തന്നെ ഫിക്സ് ചെയ്യുക, ആ പൊസിഷനിലേക്ക് കമ്പോണൻസിനെ അറേഞ്ച് ചെയ്യുന്നതാണ്. അതാണ് ലേഔട്ട് മാനേജേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഡിഫറെന്റ് ലേഔട്ട് മാനേജേഴ്സ് ഉണ്ട്. അതില് ബോർഡർ ലേഔട്ട്, കാർഡ് ലേഔട്ട്, ഗ്രിഡ് ലേഔട്ട്, ദെൻ ഫ്ലോ ലേഔട്ട്, നെക്സ്റ്റ് നമ്മൾ കണ്ടത് ബോക്സ് ലേഔട്ട് അല്ലെ. ഇതെല്ലാം തന്നെ ഡിഫറെന്റ് ലേഔട്ട് മാനേജേഴ്സ് ആണ്. അപ്പം ലേഔട്ട് മാനേജേഴ്സിൽ നമുക്ക് ഏറ്റവും ഡിഫോൾട്ട് അല്ലെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് സ്പെസിഫൈ ചെയ്യാതെ തന്നെ നമുക്കറിയാവുന്ന ഒരു ലേഔട്ട് ഫ്ലോ ലേഔട്ട് ആണ്. കാരണം ഡിഫോൾട്ട് ലേഔട്ട് മാനേജർ എന്ന് പറയുന്നത് ഫ്ലോ ലേഔട്ട് ആണ്. ബൈ ഡിഫോൾട്ട് ജാവ സപ്പോർട്ട് ചെയ്യുന്ന ലേഔട്ട് മാനേജർ ആണ് ഫ്ലോ ലേഔട്ട്. ഫ്ലോ ലേഔട്ടില് നമ്മൾ ചെയ്യുന്നതിന്റെ ഒരു എക്സ്റ്റൻഷൻ ആണ് ഇപ്പം പറഞ്ഞ ബോക്സ് ലേഔട്ട്. പിന്നെ ഇവിടെ എല്ലാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്ക് ഏത് ലേഔട്ട് ആണോ വേണ്ടത് ആ ലേഔട്ടിനെ ഫസ്റ്റ് സെറ്റ് ചെയ്യുക. സെറ്റ് ചെയ്തതിന് ശേഷം ചിലതില് കമ്പോണൻസിനെ ആഡ് ചെയ്യേണ്ടതായിട്ട് വരും അല്ലെ. ഫ്ലോ ലേഔട്ട് ആണെങ്കിൽ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട. അതിന്റെ കൺസ്ട്രക്ടർ തന്നെ ഫ്ലോ ലേഔട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഓർമ്മയുണ്ടല്ലോ അല്ലെ. സെറ്റ് ലേഔട്ട് എന്ന് പറയുന്ന മെത്തേഡ് വെച്ചിട്ടാണ് നമ്മൾ ലേഔട്ടിനെ സെറ്റ് ചെയ്യുക. ദെൻ ഫ്ലോ ലേഔട്ട് ആണെങ്കിൽ നമ്മൾ ഫ്ലോ ലേഔട്ടിന്റെ കൺസ്ട്രക്ടേഴ്സ് യൂസ് ചെയ്യുന്ന ഇത്രയും കൺസ്ട്രക്ടേഴ്സ് യൂസ് ചെയ്യും. നമ്മൾ ചെയ്യുമ്പോൾ സെറ്റ് ലേഔട്ട് ന്യൂ ഫ്ലോ ലേഔട്ട് എന്ന് ഒരു പ്രാവശ്യം നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് കൂടുതൽ കമ്പോണൻസിനെ ഒന്നും നമുക്ക് ആഡ് ചെയ്യേണ്ട കാര്യമില്ല. വെറുതെ നമുക്ക് ബാക്കി എടുത്താൽ മതി. ഇത് കൂടാതെ നമുക്ക് ബാക്കി അതേസമയം നമുക്ക് ബോർഡർ ലേഔട്ട് ഒക്കെ ആണെങ്കിൽ നമ്മൾ ചെയ്യുമ്പോൾ എന്താണ്, ഓരോ കമ്പോണൻസിന്റെയും പൊസിഷനിലും കൂടെ നമുക്ക് നോക്കും. ബോർഡർ ലേഔട്ടിൽ എങ്ങനെയാണ് കമ്പോണൻസ് കിട്ടുക? ആ 5 പൊസിഷൻ അല്ലെ 5 റീജിയൻസിലാണ് നമ്മൾ ബോർഡർ ലേഔട്ട് കൊണ്ടുവരുന്നത് അല്ലെ. ആ റീജിയൻസിലേക്ക് നിങ്ങൾക്ക് ആഡ് ചെയ്യണമെങ്കിൽ ഇപ്പം ബോർഡർ ലേഔട്ടിലെ ഈ 5 റീജിയൻസിലേക്ക് നമുക്ക് കൊടുക്കണമെങ്കിൽ ഏതെങ്കിലും ആയിക്കോട്ടെ, ഏത് കമ്പോണന്റും ആയിക്കോട്ടെ, നമുക്ക് ടെക്സ്റ്റ് ഫീൽഡോ ബട്ടണോ എന്തെങ്കിലും ആയിക്കോട്ടെ, ലേബലോ ഒക്കെ ആണെങ്കിൽ ഇതിനെല്ലാം നമുക്ക് ആഡ് ചെയ്യണമെങ്കിൽ ഈ പർട്ടിക്കുലർ പൊസിഷനിൽ ആഡ് ചെയ്യണമെങ്കിൽ നമ്മൾ ലേഔട്ടിനോടൊപ്പം തന്നെ ഏത് കമ്പോണന്റിനെ ഏത് പൊസിഷനിലേക്കാണ് ആഡ് ചെയ്യേണ്ടതെന്നും കൂടെ അവിടെ പറയണം. എങ്കിൽ മാത്രമേ നമുക്കത് കറക്റ്റ് പൊസിഷനിലാകത്തുള്ളൂ. ഇവിടെ നമ്മൾ കൊടുക്കുന്ന ക്യാപ്ഷൻ ബട്ടൺ ആണെങ്കിലും ടെക്സ്റ്റ് ഫീൽഡ് എന്തെങ്കിലും ക്യാപ്ഷൻ കൊടുത്താൽ അത് ഇവിടെ വരും, വിസിബിൾ ആയിട്ട് വരും. പക്ഷെ അതിന്റെ പൊസിഷൻ ഏത് ബട്ടൺ അല്ലെ ഏത് കമ്പോണന്റ് ഏത് പൊസിഷനിലാണെന്നുള്ളത് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം. അതാണ് ബോർഡർ ലേഔട്ടിൽ നമ്മൾ പറഞ്ഞല്ലേ. ബോർഡർ ലേഔട്ടിൽ അപ്പോൾ ഏത് കമ്പോണന്റിനെ എവിടാണെന്ന് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നു. അതുപോലെ തന്നെ വേറൊന്നാണ് നമ്മൾ പറഞ്ഞ ഗ്രിഡ് ലേഔട്ട്. ഗ്രിഡ് ലേഔട്ടിന്റെ പ്രത്യേകത എന്താണ്? റോ ആൻഡ് കോളംസ് ആയിട്ട് നമ്മൾ കമ്പോണൻസിനെ അറേഞ്ച് ചെയ്യുകയാണ്. ഇവിടെ നിങ്ങൾ 3x3 അല്ലെ 3x3 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കാൻ നിങ്ങൾക്ക് അറിയാം 9 എലമെന്റ്സ് ആണ് അല്ലെ. 2,2 ആണെങ്കിൽ 4 എലമെന്റ്സ് അല്ലെ. 2 rows and 2 columns. അപ്പം 4 കമ്പോണൻസ് ഉള്ളെങ്കിൽ അതിന്റെ സൈസ് നമുക്ക് 2,2 കൊടുത്താൽ മതി. ഇപ്പൊ ഒരു ലേഔട്ടില് എത്ര സെൽസ് അല്ലെ എത്ര റോയും എത്ര കോളവും ഉണ്ടെന്ന് നമുക്ക് ഡിസൈഡ് ചെയ്യാം. എന്നിട്ട് അതിലേക്ക് നമുക്ക് കമ്പോണൻസിനെ പ്ലേസ് ചെയ്യാം. ഇത് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ലേഔട്ട് മാനേജർ ആണ് ഗ്രിഡ് ലേഔട്ട്. ഗ്രിഡ് ലേഔട്ട്, ബോർഡർ ലേഔട്ടും ഫ്ലോ ലേഔട്ടും നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഇത് കൂടാതെ നമ്മൾ ഇപ്പോൾ പറഞ്ഞ 2 ലേഔട്ട് ആണ് കാർഡ് ലേഔട്ട് ആൻഡ് ബോക്സ് ലേഔട്ട്. അപ്പൊ ഈ കാർഡ് ലേഔട്ട് നിങ്ങൾക്ക് അത്രയും ഫെമിലിയർ അല്ല. കാരണം കാർഡ് ലേഔട്ട് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അതിനകത്ത് പ്രത്യേകത എന്താണ്, നിങ്ങളൊരു കാർഡ് ഡെക്ക് ഓഫ് കാർഡ്സ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ആ കാർഡിനകത്ത് ഇപ്പം കുറെ കാർഡ് ഉള്ളപ്പോൾ അതിനകത്ത് ഒരു കാർഡ് ആയിരിക്കും നമുക്ക് വിസിബിൾ ആകുക എന്ന് പറഞ്ഞു. അപ്പൊ അതിനകത്ത് ഓരോ കാർഡ് എന്ന് പറയുന്നത് നമ്മൾ അവിടെ ഒരു പാനൽ ആയിട്ടാണ് എടുത്തിരിക്കുന്നത് അല്ലെ. ആ പാനലില് ഓരോ പാനലിനകത്ത് നിങ്ങൾക്ക് കമ്പോണൻസിനെ ആഡ് ചെയ്യാം. ഇപ്പൊ ഒരു 3 കാർഡ് ഉള്ള ഒരെണ്ണം ആണെങ്കിൽ
3 കാർഡ് എന്ന് പറഞ്ഞാൽ 3 പാനലാണ്. ആ പാനലില് ഓരോ പാനലിലും നിങ്ങൾക്ക് അതിനകത്ത് ബട്ടൺസ് ആഡ് ചെയ്യാം, അല്ലെങ്കിൽ എന്താ അതിനകത്ത് ടെക്സ്റ്റ് ഫീൽഡ് ആഡ് ചെയ്യാം, അങ്ങനെ എന്ത് വേണേലും ആഡ് ചെയ്യാൻ പറ്റും. നമുക്കൊരു ഒരു കാർഡിനകത്ത് പാനലില് നമുക്ക് ഒരു കാർഡ് ലേഔട്ടിനകത്ത് കുറെ കാർഡുകൾ ഉണ്ട്. ഓരോ കാർഡ് നിങ്ങൾ ഒരു പാനലായിട്ട് എടുക്കുക. ഓരോ പാനലിലും നമുക്ക് സ്മോൾ കമ്പോണൻസിനെ പ്ലേസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതിൽ നിന്ന് എടുക്കുന്ന കൺസ്ട്രക്ടേഴ്സ് നമ്മൾ കാർഡ് ലേഔട്ട് എന്ന് കൊടുക്കുന്നു. അതിന്റെ സ്പേസിങ് വേണേ ഇങ്ങനെ കൊടുക്കാം, അല്ലെ? ഇനി അതിനകത്ത് ഓരോ പൊസിഷനിലെ ഏതെങ്കിലും ഒരു പൊസിഷനിലെ പർട്ടിക്കുലർ കാർഡ് കിട്ടാനായിട്ട് നമുക്ക് ഈ മെത്തേഡ്സ് യൂസ് ചെയ്യാം. കാരണം കാർഡിനകത്ത് ഫസ്റ്റ് കാർഡ് കാണും, നെക്സ്റ്റ് കാർഡ് കാണും, പ്രീവിയസ് കാർഡ് കാണും, ലാസ്റ്റ് കാർഡ് കാണും, അല്ലെ? ഇങ്ങനെയുള്ള ഓരോ കാർഡും കാണും. അതിനെല്ലാം നമുക്ക് കിട്ടാനായിട്ട് അവിടെ ഈ മെത്തേഡും യൂസ് ചെയ്യാം. ഇതെല്ലാമാണ് കാർഡ് ലേഔട്ട്. അപ്പം അവിടെ കിട്ടുന്ന ഒരു ഡെക്ക് ഓഫ് കാർഡ്സ് ആണ്. അതിനകത്ത് കാർഡ്സിലെ ഏത് പൊസിഷനിൽ വേണേലും നിങ്ങൾക്ക് കാർഡ്സിനെ സെലക്ട് ചെയ്യാൻ പറ്റും. അപ്പൊ ഇവിടെ ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു പാനൽ കിട്ടണമെങ്കിൽ അത് ക്ലിക്ക് ചെയ്യാം. ആ രീതിയിലാണ് ഇതിന്റെ അറേഞ്ച്മെന്റ്. നെക്സ്റ്റ് ഒരു ലേഔട്ട് നമ്മൾ പറഞ്ഞ ബോക്സ് ലേഔട്ടില് കമ്പോണൻസ് എക്സ് ആക്സിസ് ആയിട്ടോ വൈ ആക്സിസ് ആയിട്ടോ അറേഞ്ച് ചെയ്യാം. അത് നമുക്ക് ഈ കമ്പോണൻസിനെ അറേ ആയിട്ടോ എങ്ങനെ വേണേലും പ്ലേസ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇതാണ് നമ്മുടെ ലേഔട്ട് മാനേജേഴ്സിന്റെ ഒരു സമ്മറി. നമ്മൾ യൂസ് ചെയ്യുന്ന GUI ഡിസൈനിൽ AWT കമ്പോണൻസിലായാലും സ്വിംഗ് കമ്പോണൻസിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള സ്വിംഗ് കമ്പോണൻസിലായാലും നമ്മൾ ഇതിൽ ഏതെങ്കിലും ഒരു ലേഔട്ട് യൂസ് ചെയ്തുകൊണ്ടായിരിക്കും ഈ കമ്പോണൻസിനെ അറേഞ്ച് ചെയ്യുക. അപ്പം അത് നമുക്ക് ഒരു പർട്ടിക്കുലർ അറേഞ്ച്മെന്റ് ആണ് കമ്പോണൻസിന്റെ. എങ്ങനെ വേണം എന്നുള്ളത് നമ്മൾ ഡിസൈഡ് ചെയ്യുക, അല്ലെ ഏത് ലേഔട്ട് നമ്മുടെ യൂസേജ് അനുസരിച്ച് നമ്മൾ ഡിസൈഡ് ചെയ്യുക. എന്നിട്ട് ആ ലേഔട്ടിനെ സെറ്റ് ചെയ്ത് കമ്പോണൻസിനെ ആഡ് ചെയ്യുക. ഇത് നമുക്ക് AWTയിലും സ്വിങ്ങിനകത്തും സെയിം യൂസ് ചെയ്യാവുന്ന ഒരു ലേഔട്ട് മാനേജേഴ്സ് ആണ് ഇവയെല്ലാം തന്നെ. അപ്പൊ ഇതിലേതെങ്കിലും ഒരു ലേഔട്ട് മാനേജർ യൂസ് ചെയ്തുകൊണ്ടായിരിക്കും നമ്മൾ കമ്പോണൻസിനെ വെൽ പ്ലേസ്ഡ് ആയിട്ട് അതിനകത്ത് അറേഞ്ച് ചെയ്യുക. ഓക്കെ.